ഹലോ ഓൾ. ജയ്സാൽമീറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെസേർട്ട് സഫാരിയാണ് അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ജയ്സാൽമീർ പോകുന്നവർ മെയിനായിട്ട് ഡെസേർട്ട് ആക്ടിവിറ്റീസിനാണ് പോവാറ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ജീപ്പ് റൈഡാണ്. പിന്നെ മറ്റ് ഡെസേർട്ട് പെട്രോൾ വെഹിക്കിൾസും അതേപോലെ ക്യാമൽ സഫാരീസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പാരാസെയിലിംഗ് അതുപോലെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സാം ഡ്യൂൺസ് ആണ് മെയിനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഓരോരുത്തർക്കും ഓരോ പാക്കേജാണ്. ജയ്സാൽമീറിനെ ഓരോ ടീം നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യും. ഓരോ പാക്കേജ് എടുക്കാൻ വേണ്ടി പറയും. അത് എത്രത്തോളം പേശി നമുക്ക് വാങ്ങാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ ആവും. അതിൽ ഇൻക്ലൂഡിങ് ടെൻറ്റ് താമസം അടക്കമാണ് ഉണ്ടാവല്. ഫുഡും കാര്യങ്ങളും നൈറ്റ് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അടക്കമാണ് പാക്കേജ് ഉണ്ടാവാറ്. എൻ്റെ കൂടെ വന്ന സെയിം ടീം ഇതേ ആക്ടിവിറ്റീസിന് 5000 രൂപ കൊടുത്തപ്പോൾ ഞാൻ 1800-നാണ് ഈ കംപ്ലീറ്റ് പാക്കേജ് എടുത്തത്. നല്ലൊരു അനുഭവം തന്നെയാണ് ഡെസേർട്ടിലെ. പൊതുവെ നമ്മൾ അങ്ങനത്തെ ഒരു സംഗതി എക്സ്പീരിയൻസ് ചെയ്യാത്തവരായതുകൊണ്ട് ഈ സംഗതികളൊക്കെ നമുക്കൊരു പുതുമയുള്ള അനുഭവം തന്നെ ആയിരിക്കും. ഇവിടുത്തെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും അടിപൊളി ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നോമ്പ് തുറേനി. കാരണം ഞാൻ അവിടെ കുറച്ച് ഡ്രൈവർമാരുമായിട്ട് ചേർന്ന് അവിടുന്ന് തന്നെ ഞങ്ങൾ നോമ്പ് തുറന്ന്. അവർ സാധാരണ തുറക്കുന്ന രീതിയിലേക്ക് എന്നെ കൂടെ ചേർത്ത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റ് ഭയങ്കര മനോഹരമാണ്. ആ സൺസെറ്റ് കണ്ടുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്നുങ്ങാണ്ട് നോമ്പ് തുറക്കാൻ പറ്റി മരുഭൂമിയിൽ നിന്ന്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല നോമ്പ് തുറകളിലൊന്നാണ് അവിടുന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ തിരിച്ച് ടെൻറ്റിലേക്ക് പുറത്തേക്ക് തന്നെ പോകുന്നത്. രാജസ്ഥാനിൽ പോകുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ജയ്സാൽമീറിലെ ഡെസേർട്ട് സഫാരി. ജയ്സാൽമീർ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നവംബറിലും ഒരു ഫെബ്രുവരിൻ്റെയും ഉള്ളിലായിട്ടായിരിക്കും. കാരണം ചൂട് വലിയൊരു വിഷയമാണ് അവിടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.